റെറയിലും റെറയുടെ അപ്പലറ്റ് അതോറിറ്റിയിലും ഞങ്ങൾ ശരിയാണെന്ന് ഓൾമോസ്റ്റ് തെളിഞ്ഞിരിക്കുന്നു. ഫ്ലാറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. വളരെ അവജ്ഞയോടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം പെരുമാറണമെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പത്തി അടങ്ങുന്നത് ലക്ഷം കോടി രൂപ ഈ ഫ്ലാറ്റ് തട്ടിപ്പിന്റെ ഇനത്തിൽ നിന്നും വലിയൊരു സ്റ്റാമ്പ് പേപ്പർ കുംഭകോണമാണ് ഇന്ന് മറുനാടനും പച്ചക്ക് പറയുന്ന ആൾക്കാരും പുറത്തുവിടുന്നത്. നല്ലൊരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടെങ്കിൽ നമ്മുടെ ഖജനാവ് നിറഞ്ഞു ഒഴുകും. നമസ്കാരം. നിങ്ങൾക്കെല്ലാം അറിയാം, പാലക്കാടുകാരൻ ഒരു പാവം ഫാമിലി, പ്രസിമോനും ഫാമിലിയും, ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന പ്രസിമോനും ഫാമിലിയും ഗാലക്സി ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ 10-35 ലക്ഷം രൂപ കൊടുത്ത് വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടാണ്ടായപ്പോൾ മറുനാടൻ്റെ അടുത്തും ബെന്നി ചേട്ടൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു. ബെന്നി ജോസഫും മറുനാടനും കൂടി അയാൾക്ക് ഫ്ലാറ്റ് കിട്ടാത്തതിനെക്കുറിച്ച്, അവർ മനഃപൂർവ്വം താമസിപ്പിക്കുന്നത്, ഫ്ലാറ്റ് കൊടുക്കാതെ അയാളെ ഇട്ട് കറക്കുന്നത് ഞങ്ങൾ സ്റ്റോറി ചെയ്തിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പാവങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് സഹായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഗാലക്സി ഹോംസിന് ഈ സമയത്തും ഫ്ലാറ്റ് കൊടുത്തില്ല, അവർ തട്ടിപ്പാണ്, അവർ വഞ്ചകരാണെന്ന് ഞങ്ങൾ പറഞ്ഞതിന് അവർ ഡിഫമേഷൻ, മാനനഷ്ടത്തിന് കോടതി പോയി. മറുനാടനും ഞാനും അതിൽ പ്രതിയാണ്. എന്നിട്ട് ഞങ്ങൾ ജാമ്യം എടുത്ത കേസ് നടത്തുന്നു. അത് ഞങ്ങൾ നടത്തിക്കോളാം, കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥിതിയെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, റെറയിലും റെറയുടെ അപ്പലറ്റ് അതോറിറ്റിയിലും ഞങ്ങൾ ശരിയാണെന്ന് ഓൾമോസ്റ്റ് തെളിഞ്ഞിരിക്കുന്നു. ഫ്ലാറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. കൊച്ചിൻ കോർപ്പറേഷൻ തീരാത്ത ബിൽഡിങ്ങിന് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൊടുത്തിരിക്കുന്നു. അതാണ് ഞങ്ങൾ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് റെറയുടെ ജസ്റ്റിസ് ഉബൈദും മറ്റ് 2 അംഗങ്ങളും ചേർന്ന 3 അംഗ ബെഞ്ച് ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് ചോദിച്ചു, പണി തീരാത്ത ഒരു കെട്ടിടത്തിന് നിങ്ങൾ എങ്ങനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത്? ഈവൻ ഗാലക്സി ഹോംസിൻ്റെ ബിൽഡർക്ക് പോലും അങ്ങനെ ഒരു അവകാശവാദമില്ല, കാരണം അത് തീർന്നിട്ടില്ല. കൂടാതെ 2 ലിഫ്റ്റുകളിൽ സർവീസ് ലിഫ്റ്റില്ല, പണി പൂർത്തിയായിട്ടില്ല. റെറ ഇപ്പോൾ അവസാനം ഇന്ന് കോടതി പറഞ്ഞത്, ഒന്ന് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് കോടതിയിൽ ഹാജരാക്കി അവരോട് പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണ്, ഇനി അത് വിജിലൻസ് അന്വേഷണത്തിനും പോകുന്നുണ്ട്, ഞങ്ങളും കൊടുത്തിട്ടുണ്ട് വിജിലൻസിൽ പരാതി. എങ്ങനെയാണ് തീരാത്ത കെട്ടിടത്തിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അതിലുപരി ഞങ്ങളെപ്പോലെ, മറുനാടൻ മലയാളിയെപ്പോലെ, ബെന്നി ജോസഫിനെ പോലെയുള്ള ആൾക്കാർ ഈ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവിടുത്തെ നീതി നിയമവ്യവസ്ഥിതി വെച്ചിട്ട് ഇതിൻ്റെ അവസാനം ഞങ്ങളും നഷ്ടപരിഹാരത്തിന് പോകും. കൂടാതെ കലൂര് തൊട്ട് അന്തോണി സുണ്യാളിൻ്റെ അവിടം തൊട്ട് നെഹ്റു സ്റ്റേഡിയം വരെ ആസിഫ് അലി എന്നുള്ള ഒരു നടൻ സോഫയമേൽ വളരെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഗാലക്സി ഹോമിൽ. പക്ഷേ ആസിഫ് അലി വളരെ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പ്രസിമോനും കുടുംബവും ഇന്നും വാടകയും കൊടുക്കുന്നു, ഈ കിട്ടാത്ത ഫ്ലാറ്റിൻ്റെ EMI അടക്കുന്നു. ഇന്ന് കോടതിയിൽ സംഭവിച്ചതിൻ്റെ കൂടുതൽ വിശദാംശം ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മനു വിൽസൺ തന്നെ നിങ്ങളോട് പറയും. അഡ്വക്കേറ്റ് മനു, പ്രസിമോൻ്റെ കേസ് താങ്കളാണല്ലോ നടത്തുന്നത്. അതെ. അത് നമ്മൾ തിരുവനന്തപുരത്ത് റെറയിൽ പോയി നമുക്ക് അവിടെ നിന്ന് അനുകൂലമായ വിധി കിട്ടി. ഇപ്പോൾ റെറ അപ്പലറ്റ് അതോറിറ്റിയിലാണ്. അതെ. എന്താണ് അതിൻ്റെ ഒരു ഈ റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റി, അപ്പലേറ്റ് ട്രൈബ്യൂണൽ, അതിൻ്റെ ജസ്റ്റിസ് PU ബൈദ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് കൺസിഡർ ചെയ്ത സമയത്തേക്ക് തന്നെ ചോദിച്ചൊരു ചോദ്യം, ഇതിൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു പണി കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞു എന്ന രീതിയിലേക്ക് ആദ്യം എത്തി. എങ്കിൽ ആ കാര്യം കാണിച്ച് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്ക് ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറയുക എന്ന് പറയുമ്പോൾ ഒരു അപകടമുണ്ട്. കാരണം അത് സത്യത്തിൽ ബോധിപ്പിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു കള്ള സത്യവാങ്മൂലമാണ് കൊടുക്കുന്നതെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ 340 അനുസരിച്ചിട്ട് അവർക്കെതിരെ പെർജൂറിക്ക് കേസെടുക്കാനും അല്ലെങ്കിൽ കേസ് ഇനീഷ്യേറ്റ് ചെയ്ത് കോടതി തന്നെയായിട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യും. അതെ, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് എന്ന് പറയുന്നൊരു സ്ഥലം, അതായത് ഈ പണി അറിയാവുന്നവരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം ഉണ്ടാവുമല്ലോ, അതുവരെയായിട്ടും ഓരോരോ സ്ഥലങ്ങളിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പോലല്ല. ഇവിടെ എത്തിയ സമയത്തേക്കാണ് ബെഞ്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ പിടിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റഡായി, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർക്ക് ഇവർക്ക് കൊടുക്കാത്തത്? ആ സമയത്താണ് ഇതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കോർപ്പറേഷനിൽ നിന്നും ഇഷ്യൂ ചെയ്തത് എന്ന് കാണിക്കുന്നതുകൊണ്ട്. എന്നിട്ട് അതേ അഫിഡവിറ്റിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഇതിന് തീരാനായിട്ടുള്ള കുറേ പണികളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇത് രണ്ടും കൂടി എങ്ങനെ ചേർന്നുണ്ടാവും ഒരുമിച്ച് പോകുന്നത്? പോവില്ല. തന്നെയുമല്ല, ഇതിൽ സർവീസ് ലിഫ്റ്റില്ല,
പിന്നീട് കറണ്ട് കണക്ഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള ഡേറ്റും ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വളരെ ശേഷമാണ് അത് കിട്ടിയിരിക്കുന്നത്. ഒപ്പമായിട്ട് വോട്ടറിൻ്റേതാണെങ്കിൽ അതില്ല. ആ ഈ പറഞ്ഞ ഇല്ല, ഒരിടത്തുമില്ല. അതിൻ്റെ ഫോട്ടോ അടക്കം കോടതിയിൽ നിന്ന് ഹാജരാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് അല്ല ഇത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഈ ബിൽഡേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതിനെക്കാട്ടിലും മുൻപേ പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, കാരണം ഇവിടെ തന്നെ ഇന്നത്തെ ദിവസത്തേക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ളത് ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറയുന്ന ഒരു തരം ധാർഷ്ട്യമുണ്ട്. അതിഭീകരമായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥ ധാർഷ്ട്യം. അതായത് ഇവിടെ കോർപ്പറേഷനോട് വിശദീകരണം എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ള ഒരു ന്യായമായ സംശയം ആരുടെ ഭാഗത്തു നിന്നുള്ളതുപോലെ ഒരു ന്യായമായ സംശയം അതിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള അപ്പലേറ്റ് ട്രൈബ്യൂണൽ, റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റി, അതിന് ആ അതോറിറ്റി ഒരു ലീഗൽ ഓർഡർ, ജുഡീഷ്യൽ ഓർഡർ പാസ് ചെയ്തിട്ട് ഇവരെ അറിയിച്ചെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു മറുപടി പോയിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ 2 പ്രാവശ്യം കഴിഞ്ഞു. അതിനുശേഷമാണ് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തപ്പോൾ അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരി ജസ്റ്റ് വന്നതിന് ശേഷം അവിടെ കൊണ്ടുപോയിട്ട് പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യാൻ പോയി പറഞ്ഞു അങ്ങനെയല്ല ചെയ്യേണ്ടത്, അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ സെക്രട്ടറിയോടാണ് പറഞ്ഞത്. അപ്പോൾ സെക്രട്ടറി എന്നുണ്ടെങ്കിലും അവിടെ ഫോൺ എടുത്തതിന് ശേഷം എന്താണ് ഞങ്ങളുടെ ലീഗലിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയുന്ന രീതിയിലേക്കുള്ളൊരു, അപ്പോഴാണ് ജുഡീഷ്യൽ ഓർഡറായിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സെക്രട്ടറി എത്തിയത്. അതാണ് കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഒന്നും പറയാനായിട്ടുള്ള വേറെ ഉള്ളതില്ല. കാരണം എന്താ, അവർ തന്നെ കൊടുത്ത അഫിഡവിറ്റിന് വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ദിവസം സംസാരിച്ചത് മുഴുവനും കോടതിയോട് അറിയിച്ചിട്ടുള്ളതും അനുസരിച്ചിട്ടുമാണ്. അതെ, മറ്റാർക്കുമില്ലാത്ത കേസാണ് അത്. അങ്ങനെ ഒരു സാധനത്തിൻ്റെ സമയത്തോളം വന്നിട്ടുള്ളത്. തന്നെയുമല്ല നിരുപാധികം മാപ്പും പറഞ്ഞു ഒടുവിൽ. അപ്പോഴും ഈ മറ്റ് ക്വസ്റ്റ്യൻസുകളെല്ലാം ഈ കൊടുത്തിട്ടുള്ളത് നിയമപരമാണോ അല്ലയോ എന്നുള്ളത് ഫോട്ടോ അടക്കമാണ് നമ്മളിന്ന് കൊടുത്തിട്ടുള്ളത്. ഇല്ലാത്ത ഒന്നിന് ഉണ്ട് എന്ന പേരിലേക്ക് ഒക്കുപ്പൻസി കൊടുക്കുന്ന ഒരു ശീലം ഞാൻ പറയുന്നത്. പക്ഷേ ഇനിയുള്ളൊരു പോയിന്റിലാണ് എനിക്ക് തന്നെ സ്ട്രെസ് ചെയ്യണമെന്ന് തോന്നുന്നൊരു കാരണം. ഒരു ജുഡീഷ്യലായിട്ടുള്ള ഒരു അതോറിറ്റിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതെ, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു മറുപടി വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് തരണില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അവിടെയുള്ള പർട്ടിക്കുലർ ഫോറത്തിൻ്റെ അതോറിറ്റേറ്റീവായിട്ടുള്ള ഓഫീസിൽ നിന്നുള്ളൊരു വിളിച്ചിട്ട് പോലും വളരെ അവജ്ഞയോടുള്ള രീതിയിലുള്ളൊരു പെരുമാറണമെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ഇതാണ് ഇതിൽ പ്രൈമറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ബാങ്കുകൾ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ബാങ്കുകൾ ഇതിന് ഫിനാൻസ് കൊടുക്കുന്നത് ബാങ്കാണ്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. ട്രൈപാട്രിയേറ്റ് എഗ്രിമെൻ്റ് ആണ് വരുന്നത്. അതിൽ നടത്തുന്ന ഭീകരമായ മറ്റൊരു കൊള്ളയുണ്ട്. കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ വെട്ടിക്കുന്ന കാശുണ്ടെങ്കിൽ ആ വെട്ടിക്കുന്ന കാശ് മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് ഇനിയുള്ള കാലം മുഴുവനുള്ള കാശ് അതിൽ നിന്നും കിട്ടും സത്യത്തിൽ. കാരണം ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ കാട്ടി ഇവിടെ 7 നില ബിൽഡിംഗ് ഒരെണ്ണം വരും, അല്ലെങ്കിൽ 12 നില കെട്ടിടം ഒരെണ്ണം വരുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രീതിയിലേക്കുള്ള ഒരു സെയിൽ ഡീഡ് എക്സിക്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, നമുക്കറിയാൻ കഴിയും എത്ര വെച്ചിട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഫൈനാൻസ് മിനിസ്റ്ററിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിശ്ചയമായിട്ടും ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാകില്ല. അല്ല, ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇത് അങ്ങനെയാണ് വസ്തുത എന്നിരിക്കെ അവിടെയും ഈ തുകകൾ മുഴുവനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ ബാങ്കുകൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഡിസ്ബേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇവർ ഒറ്റയടിക്കെല്ലാ കാശും അങ്ങോട്ടേക്ക് കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ബാങ്ക് കൊടുത്തിരുന്നത് എങ്കിൽ ഇവിടെ പണി പൂർത്തീകരിച്ചേനെ. പുല്ല് പോലും കിളക്കാത്തടുത്താണ് ഡീൽ മുഴുവൻ നടക്കുന്നത്. അതെ, ഇവിടെ ഇപ്പോൾ അതാ നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ ഇപ്പോൾ ഒരു കെട്ടിടം ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് ആ സങ്കല്പിക്കുന്ന കെട്ടിടത്തിൻ്റെ പേരിലേക്കാണ് നമ്മൾ എഗ്രിമെൻ്റ് ചെയ്യുന്നത്, പിന്നെ ബാക്കി പരിപാടികളെല്ലാം അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം. നമ്മുടെ ഒരു ഏകദേശ കണക്കുകൂട്ടിൽ തന്നെ 1,00,000 കോടി രൂപയിൽ കൂടുതൽ കേരളത്തിലെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടൂലേ ഈ വിഷയത്തിലും എത്തിക്കൊണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, എവിടെ നിന്ന് എല്ലാത്തിനും ഒരു തുടക്കം ആവശ്യമാണ്.
ആ തുടക്കം എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം വളരെ അത്ര ഗംഭീരമായ രീതിയിൽ തന്നെയാണ് നടക്കും. ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ പറഞ്ഞാൽ നടക്കും എന്നുള്ളതായിരുന്നു ഇന്നത്തെ പറയുന്ന റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലെ ജഡ്ജസിൻ്റെ ഇന്നത്തെ ഇടപെടലിലൂടെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക്, എന്നാൽ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അവരതിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അത് കൊടുത്തിട്ടുള്ള ആൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അവരതിനെ റിവോക്ക് ചെയ്യാനായിട്ടുള്ള നടപടികളും സ്വീകരിക്കാൻ തുടങ്ങി. ഏതായാലും ഇന്ന് മലയാളികളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറുനാടനും പച്ചക്ക് പറയുന്ന ഞാനും അഡ്വക്കേറ്റ് മനു ഒക്കെ കൂടി ഇന്നത്തെ ഒരു കേസിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ, നമ്മുടെ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരിത്തിരി ആർജവമുണ്ടെങ്കിൽ 1,00,000 കോടി രൂപ ഈ ഫ്ലാറ്റ് തട്ടിപ്പിൻ്റെ ഇനത്തിൽ നിന്നും ബാങ്കും ജനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് കോർപ്പറേഷനൊക്കെ അടക്കം നടത്തുന്ന ഒരു വലിയ കള്ളക്കളി, വലിയൊരു സ്റ്റാമ്പ് പേപ്പർ കുംഭകോണമാണ് ഇന്ന് മറുനാടനും പച്ചക്ക് പറയുന്ന ആൾക്കാരും പുറത്തുവിടുന്നത്. ഇത്തിരി ആർജവമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഫൈനാൻസ് മിനിസ്റ്റർക്കും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്തിരി ആർജവമുണ്ടെങ്കിൽ ഇത് പറ്റുമെങ്കിൽ CBI തന്നെ അന്വേഷിക്കണം. നല്ലൊരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടെങ്കിൽ നമ്മുടെ ഖജനാവ് നിറഞ്ഞു ഒഴുകും. കോടികളുടെ വെട്ടിപ്പാണ് ഇന്ന് നമ്മൾ പുറത്തു കൊണ്ടിരുന്നത്. കൂടാതെ ഇന്ന് റെറ എന്ത് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്? ഇത് സംബന്ധിച്ചിടത്തോളമുള്ള ഇപ്പോൾ സെക്രട്ടറിയുടെ മാപ്പ് പറച്ചിലിനെ അല്ല അതെ അതെ ആ മാപ്പിനെ പരിഗണിച്ചു. പക്ഷേ ഇനി തുടർന്ന് ഇങ്ങോട്ടുള്ള പരിഗണനയിൽ, അതായത് ഇതുവരെയായിട്ടുള്ള രീതിയിൽ കോടതിയെ ലക്ഷ്യം കാട്ടിയിട്ടുള്ള നടപടിക്കുള്ള എക്സ്പ്ലനേഷൻ അനുവദിച്ചു. പക്ഷേ ഇതുവരെ നൽകിയിട്ടുള്ള ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റിൻ്റെ നിയമസാധുത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും അതേ തുടർന്നുള്ള കാര്യങ്ങളിൽ ഇതേ പ്രകാരം കൊടുത്തു, ആര് കൊടുത്തു, അവർക്കെതിരായിട്ട് നടന്നെടുത്ത നടപടികൾ അതെല്ലാം തൃപ്തികരമായിട്ടുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കേസായിട്ട് അതിനെ വിജിലൻസിലേക്ക് ഈ കേസ് കൈമാറുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് പറഞ്ഞത് പ്രസിമോന് എത്രയും പെട്ടെന്ന് ഫ്ലാറ്റ് കൊടുക്കാനായിട്ട് അപ്പം നമ്മളൊരു ചെറിയ ബാലൻസ് കൊടുക്കേണ്ട, ഒരു 3-4 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ അവർ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് തരാനുണ്ട്, ഇരട്ടി ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്. അതായത് കോടതി തന്നെ 16%. ഒരു കാര്യം കൂടി ഉണ്ട് അവിടെ. ഈ പറയുന്ന പർട്ടിക്കുലർ ഫ്ലാറ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് റിയൽ എസ്റ്റേറ്റ് അല്ല, ഞാൻ അല്ല അതുകൊണ്ടല്ല, അതിനകത്ത് വാട്സിന്റെ നെയിം എന്ന് പറയപ്പെടുന്ന പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലായിടങ്ങളിലും ഈ അടുത്ത കാലത്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകതയുണ്ട് അവിടുത്തെ. അല്ല, അതോറിറ്റിയിൽ ഇരുന്നാൽ അവിടെ കേൾക്കാൻ പറ്റും നമുക്കത് ആണ്. ഇപ്പോൾ ഈ കേസിനകത്തേക്ക് സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഒന്നാമത്തേത് ഒരു റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് അതോറിറ്റിക്കാണെങ്കിലും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിക്കാണെങ്കിലും രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴേക്ക് ഇത്ര വർഷത്തേക്കാണ്, 5 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ കൊടുക്കാം. അതിനുശേഷം അവർക്ക് തീർക്കാൻ പറ്റാത്ത അത്ര ഗുരുതരമായൊരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്ക് കൂടെ നീട്ടിക്കൊടുക്കാം. പക്ഷേ ഇത് 2021 തീർന്നു പോയതാണ് ഇവരുടെ രജിസ്ട്രേഷൻ. ഇനി അത് കഴിഞ്ഞ് തീർത്ത് കൊടുക്കാനായിട്ട് വകുപ്പില്ല. അപ്പോൾ അതിനെ ബിൽഡർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നാൽ, ഇനി പുതുക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങളിനി പൂർത്തീകരിക്കേണ്ടതില്ല, അങ്ങനെ ഒരു രീതിയുണ്ടോ? പക്ഷേ അതുകൊണ്ടാണ് ഇത്ര സ്റ്റിഞ്ചൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് പലിശ ഇനത്തിൽ തന്നെ ആയിട്ടുള്ള രീതിയിൽ ഇത്രയും തുക ഇങ്ങോട്ടേക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ടും അതെ, ഇത് തരുന്ന സാഹചര്യത്തിൽ ഇവർ അതിന് വേണ്ടിയിട്ട് തയ്യാറുമാണ്. ഇവർ ഇന്ന് പ്രസിമോനോട് കോടതി ചോദിച്ച ഇതാണ്, 16% ഇൻട്രസ്റ്റ് വിധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഫ്ലാറ്റ് തരുവാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കാമോ എന്ന്. പ്രസിമോനെ ഇത്രയധികം ദ്രോഹിച്ചെങ്കിലും ഞങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞ് എന്തെങ്കിലും കുറച്ച് കൊടുത്തേക്കാമെന്ന്. പ്രസിമോൻ മിണ്ടരുത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ടാഗ് ലൈൻ. അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിട്ടുള്ള ഒരു ടാഗ് ലൈനാണത്, പ്രസിമോൻ മിണ്ടരുത്. പ്രസിമോൻ്റെ അടുക്കൽ എന്ത് അതെ, ഹാഷ്ടാഗ് പ്രസിമോൻ മിണ്ടരുത് എന്ന് അടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും, എല്ലാ ഭാഷയിലും കിട്ടും. അത് ആണ് കാരണം വെച്ചാൽ ഇത്രയും വൃത്തികേട് പച്ചമലയാളത്തിൽ പറഞ്ഞ പോകൃതരം ഇത്രയും കാണിച്ചതിന് ശേഷം വന്നു കഴിഞ്ഞാലും പ്രസിമോൻ പക്ഷെ മിണ്ടരുത്. അതായത് ഇതെല്ലാം മുഴുവനും അനുസരിച്ചുകൊണ്ട് അയാൾ സഹിച്ചനുസരിച്ച് ഒക്കെ നിൽക്കണം. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അയാളുടെ പ്രോപ്പർട്ടി അടക്കമുള്ള കാര്യങ്ങളെ അറ്റാച്ച് ചെയ്ത് വിൽക്കാനായിട്ടുള്ള അതെ 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 ആണ്. അത് കാരണമുണ്ടല്ലോ, ഒരു പുതിയൊരു രീതിയാണ് അത് വന്നിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മിണ്ടുന്ന ആളുകളെ കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ഭീമമായ തുക നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
ആ കാശ് അത്രയും കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾക്കെതിരായിട്ട് 10 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാൽ അപ്പം അല്ല 10 കോടി നഷ്ടപരിഹാരം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോർട്ട് ഫീ ഇനത്തിലേക്ക് വരുന്നൊരു ഭീമമായ തുകയായിരിക്കും. ആ തുക കൊടുക്കുന്ന പുഷ്പം പോലെ കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെ മിണ്ടരുതെന്നൊരു കീഴ്വഴക്കമാണ് അത് ഉണ്ടാക്കുന്നത്. അതായത് തെറ്റായ ഒരു നിയമ വ്യവസ്ഥിതിയെ അനുസരിച്ചേ പറ്റൂ എന്ന ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നത്രയും കാലവും നമ്മളുടെ അടിമത്തം അത് തുടരുക തന്നെ ചെയ്യും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യമാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. തെറ്റായ നിയമം അനുസരിക്കില്ല അഥവാ തെറ്റായ രീതിയിലേക്കാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ സൗകര്യമില്ല. അതായത് എന്താ പറയുക, പക്ഷെ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ കൂടിയുണ്ട്, അദ്ദേഹം ഒരിക്കലും നിയമലംഘനം നടത്തി. ഇപ്പോൾ ഉപ്പ് ഇത് പിരിച്ച സമയത്തേക്ക് അദ്ദേഹം തന്നെ സ്വയമായിട്ട് ഉണ്ടാക്കിയെങ്കിലും എന്നിട്ട് ഞാനത് ചെയ്തിട്ടില്ലെന്നല്ല കോടതിയിൽ പറഞ്ഞത്. ഞാനത് ചെയ്തു, എനിക്കിതിനുള്ള മാക്സിമം പണിഷ്മെൻറ്റ് തരാനാണ്. അല്ലാതെ ഈ നിയമസഭയിലെ ഇതുപോലെ നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വെച്ച് പൊട്ടിച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നതിൻ്റെ സാങ്കത്യം പോലുള്ളതല്ല അത്. ഇന്ന് ജുഡീഷ്യറിയുടെയും ബ്യൂറോക്രസിയുടെയും ഇടയിലുള്ള ഒരു നാഴികക്കല്ലായിരുന്നില്ല ഇന്നത്തേത്. എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു, കാരണം പൊതുവായിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് അറഗൻസിന് സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ കെട്ട് താഴുന്നത്, പൊന്തി വന്നുകൊണ്ടിരുന്ന ഒന്ന് കെട്ട് താഴ്ന്നു പോകുന്നതിനെ നമ്മൾക്ക് വളരെ വിശദമായിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുമൊക്കെ ആയിട്ടും എന്നിട്ടും അവന് കലിപ്പ് തീർന്നില്ല എന്നൊക്കെ കുഞ്ഞൻ നമ്പ്യാർ എഴുതിയതുപോലെ ഏതാണ്ട് അതുപോലെ വീണ്ടും വന്നിട്ട് ന്യായീകരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് ഏകദേശം ഈ ഫോട്ടോസിലൂടെ ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കാണ് അവിടെയും തീർന്നിട്ടില്ല ഇവിടെയും തീർന്നിട്ടില്ല, ഒന്നുമില്ല. ഈവൻ ബിൽഡർക്ക് പോലും ഇല്ലാത്ത കേസ് ഒടുവിൽ കോർപ്പറേഷൻ സെക്രട്ടറി പിന്നീട് വീണ്ടും വന്നു തുടങ്ങി. അതിനുശേഷം അത് മാറി, മാറി എല്ലാ കാര്യങ്ങളെല്ലാം അത്രയും വശം ഏകദേശം എന്തായാലും കുറഞ്ഞത് ഈ സെക്രട്ടറി എങ്കിലും ഇനി എന്താ പറയുക പ്രൊസീജിയറൽ പ്രൊപ്പറൈറ്റി അത് കാണിക്കുമെന്നുള്ളത് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് കോടതിയിൽ ഹാജരായ ഒരാളാണ്. കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി ആദ്യം വന്ന് തികച്ചും ബ്യൂറോക്രസിയുടെ ധാർഷ്ട്യത്തിൽ തന്നെ, എനിക്കൊന്നും അറിയില്ല എല്ലാം എൻ്റെ ലീഗൽ പറയുന്നുള്ള ആ ധാർഷ്ട്യത്തിൽ വരികയും പതുക്കെ ജസ്റ്റിസ് ഉബൈദ് 1 by 1 നിയമത്തിൻ്റെ ഓരോ ഇതും അവർക്ക് പറഞ്ഞു കൊടുത്ത്, ഞങ്ങൾ ഇതൊരു അതോറിറ്റിയാണ്, നിങ്ങളുടെ ബ്യൂറോക്രസി ഒന്നും ഇവിടെ ചെയ്യരുത്, അങ്ങനെ പിന്നിൽ കൈകെട്ടി പിന്നെ മുന്നിൽ കൈകെട്ടി കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പത്തി അടങ്ങുന്നത് അല്ലെങ്കിൽ സത്യത്തിൻ്റെ മുമ്പിൽ നിയമത്തിൻ്റെ മുമ്പിൽ ഈ ബ്യൂറോക്രസി ഒന്നുമല്ലെന്ന് തെളിയിച്ച ഒരു ദിവസമാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. കൂടാതെ കോടതി ഇന്ന് പറഞ്ഞേക്കുന്നത് പ്രസിമോൻ്റെ ഫ്ലാറ്റ് കൊടുക്കണം. കൂടാതെ ഏറ്റവും ഇതിൽ ദയനീയമായ ഒരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. കൊച്ചിൻ കോർപ്പറേഷൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവർ തന്നെ ഇന്ന് കൊടുത്തേക്കണ്, അത് മുഴുവൻ തീർന്നിട്ടില്ല. അതിലും രസകരമായ കാര്യം, ഇതിൻ്റെ ബിൽഡർ ഗാലക്സി ഹോംസ് തന്നെ കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നു, മുഴുവൻ തീർന്നിട്ടില്ല. അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോടതിക്ക് ഇത് കൊടുത്തു. അവൻ ഒരു സാധാരണക്കാരൻ, പ്രസിമോനെ പോലെ പാലക്കാടുള്ള ഒരു പാവം പട്ടൊരു പയ്യൻ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസിമോന് ഒരു ബിഗ് സല്യൂട്ട് തന്നുകൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കില്ലേ. കാരണം കോടതിയിൽ നിന്നും എത്ര പ്രാവശ്യം ഉണർത്തിച്ച് വീണ്ടും കൊട്ടി ഒക്കെ പറഞ്ഞതിന് ശേഷവും തമ്പുരാൻ കനിയണില്ല എന്ന് പറയുന്നത് പോലെ അവർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ പോലും താല്പര്യം. ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ലീഗൽ അതൊക്കെ നോക്കിക്കോളുമെന്ന് ഒരു ജുഡീഷ്യൽ അതോറിറ്റിയോട് പറയുന്ന ആ ഒരു ധാർഷ്ട്യമില്ലേ, ഈ ധാർഷ്ട്യം വാസ്തവത്തിൽ അവരോട് അതോറിറ്റിയോട് കാണിക്കണമെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ വളരെ അതിദയനീയമാണ്. അത് പറയാതിരിക്കാൻ ഒട്ടും വയ്യ. കാരണം ദർ മസ്റ്റ് ബി സംബഡി മസ്റ്റ് ബെൽ ദ ക്യാറ്റ്. ആ പൂച്ചയ്ക്ക് കെട്ടിയേ പറ്റുള്ളൂ ഒരാളാണ്. അതാണ് ഇനിയോ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ പ്രസിമോനെ പോലെയുള്ള പാവങ്ങളുടെ അവസാനത്തെ അത്താണിയാണ് കോടതി. ആ കോടതിയിൽ നിന്നും നീതി കിട്ടിയതിൻ്റെ സന്തോഷം മറുനാടൻ പ്രേക്ഷകരുമായും പച്ചക്ക് പറയുന്ന പ്രേക്ഷകരുമായും നീതിക്ക് വേണ്ടി അലയുന്ന എല്ലാ ആത്മാക്കൾക്കും എല്ലാ പ്രവർത്തകർക്കും ഒരു നന്ദിയും ഒരു ബിഗ് സല്യൂട്ടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.